ഒന്ന് പ്രൈവറ്റൈസേഷൻ വരുത്തിക്കൊണ്ട് ആ പൊതുമേഖലയെ ഇല്ലാതാക്കുന്നു. ഇന്ത്യ പോലുള്ള സ്ഥലത്തെ പൊതുമേഖല ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുമേഖലയുടെ ഇടത്തേക്ക് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജനങ്ങളുടെ സ്വത്ത് കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്തുകൊണ്ട് ശരിക്കും അധ്വാനിച്ച് പാവപ്പെട്ട സാധാരണ മനുഷ്യരും അടിസ്ഥാന ജനവിഭാഗങ്ങളും അധ്വാനിച്ച് ഉണ്ടാക്കിയ കേന്ദ്ര വിഭവങ്ങളെയും മൂലധനത്തെയും പ്രൈവറ്റ് മേഖലയിലൂടെ കൊടുക്കുമ്പം ഇത് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ഒരു രീതി സംവരണത്തിന് പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെയധികം പ്രശ്നത്തിൽ ഏർപ്പെടുത്തിയത് പിന്നാക്ക വിഭാഗങ്ങളെയാണ്. കാരണം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മധ്യവർഗമുള്ളത്. ഈ മധ്യവർഗവും ഉപരിവർഗവും പിന്നോക്കക്കാരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ സാമൂഹ്യ വിപ്ലവം ഉണ്ടാകുമ്പോൾ അധികാരം മേടിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാകുന്ന വിഭാഗം എപ്പോഴും അങ്ങനെയുള്ള വിഭാഗങ്ങളായിരിക്കും. ഈ അധികാരം മേടിച്ചെടുക്കാൻ കഴിയുന്ന വിഭാഗത്തെ ഒന്ന് വിഭജിച്ചിട്ട് അവരിലൊരു വർഗവിഭജനം ഉണ്ടാക്കിയാണ് സംവരണത്തിന് പരിധി ഏർപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ അതൊരു ക്ലാസ് ഉണ്ടാക്കിക്കൊണ്ട് പണക്കാരും പാവപ്പെട്ടവരും എന്ന് തിരിച്ചുകൊണ്ട് അതിനകത്തൊരു ഇതുണ്ടാക്കുന്നു. ഇത് സാമൂഹ്യ വിപ്ലവം എന്ന നിലയിൽ അതിന് നമ്മളെ വളരെയധികം പുറകോട്ട്. അത് ഒരു ഉയർന്ന വിഭാഗം സംവരണത്തെ കെയർ ചെയ്യില്ലാത്തവരായി, അതിനെ ശ്രദ്ധിക്കാത്തവരായി മാറിയതിൽ സംവരണത്തിന് ഇങ്ങനെ സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തിയതിന് കാരണമായിട്ടുണ്ട്. വേറൊന്ന്, പിന്നീട് ഈ സംവരണത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ തന്ത്രം എന്നത് അവർ മുന്നോട്ട് വെച്ചത് അത് കേരളത്തിലാണ്. ശരിക്കും EMS പോലുള്ള അല്ലെ മാർക്സിസ്റ്റുകളിൽ നിന്നുണ്ടായതാണ് സാമ്പത്തിക സംവരണം. സാമ്പത്തികമായി മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്ന് പറയുന്ന ഒരു പുതിയ ഇതും കൂടെ കൊണ്ടുവന്നുകൊണ്ട് സംവരണം എന്ന് പറയുന്ന സോഷ്യൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, സാമൂഹ്യമായിട്ട് താഴെ നിന്നിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, അവരുടെ ഉയർപ്പ്, അവരുടെ ചലനവും അവരുടെ സമൂഹത്തിലുള്ള അടിസ്ഥാനപരമായിട്ട് അവർ സമൂഹത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നതിനെ തടഞ്ഞിട്ട്, അല്ലെങ്കിൽ സവർണൻ്റെ ആധിപത്യത്തെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് മാത്രമേ കീഴാളർക്ക് വരാനും കഴിയുള്ളൂ. അതിനെ തടയാൻ കഴിയുന്ന ഒരു വലിയ സ്ട്രാറ്റജിയും കൂടിയാണ്. അത് അത് സാധ്യമായതിന് കാരണം 80 മുതൽ ഇന്ത്യയിലൊരു പിന്നോക്ക കീഴാള രാഷ്ട്രീയം ഉയർന്നു വന്നു. പ്രത്യേകിച്ച് അംബേദ്കറിസത്തിന് ശേഷം അംബേദ്കറിനെ പുനർവായിച്ചുകൊണ്ടും ബുദ്ധനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയിലെ കീഴാള ജ്ഞാനവ്യവഹാരങ്ങളെ കണ്ടുകൊണ്ടൊരു പുതുതലമുറ ഉയർത്തി വരികയും പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഈ സമയത്ത് സമാന്തരമായി സവർണരിൽ നിന്നുണ്ടായ പ്രതിവിപ്ലവ ശക്തികളാണെന്ന് പ്രതിവിപ്ലവം നടത്തിയവർ. അടിസ്ഥാനപരമായിട്ട് നഗരങ്ങളെ കേന്ദ്രീകരിച്ച് അവർണരോട് വിദ്വേഷം പുലർത്തിയവരും ദലിതരെ അങ്ങനെയുള്ളവരാണ് ഈ ഹൈന്ദവതയ്ക്കും പുതിയ ഊർജം കൊടുത്തുകൊണ്ട്. അല്ലെ ഹൈന്ദവതയൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതി നിൽക്കുമായിരുന്നു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും അതിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാതെ ഒരു വംശീയ പ്രക്രിയകളിലൂടെ വംശീയ പ്രസ്ഥാനങ്ങളായി ചെറു ഘടകങ്ങളായി നിന്ന പ്രസ്ഥാനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ കൈനീട്ടം, അതായത് പാർലമെൻ്റ് അടക്കമുള്ളവർക്ക് കൈയേറാനും കഴിഞ്ഞത് ഈ 80കൾക്ക് ശേഷം ഉയർന്നു വന്ന, അല്ലെ 70 മുതൽ രൂപപ്പെട്ട സവർണരുടെ ഒരു വലിയ നിര രാഷ്ട്രീയവൽക്കരിച്ച വിഭാഗം ഇതിനെയൊക്കെ ലക്ഷ്യം വെച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഹൈന്ദവത ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും 10 വർഷം അധികാരത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യ അധികാരത്തിനകത്ത് അവർക്ക് അവർണ വിഭാഗങ്ങളെ നന്നായിട്ട് ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അവർണ വിഭാഗങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ ഈഴവ സമുദായം നവോത്ഥാന ചരിത്രമുള്ളവരാണ്, നവോത്ഥാനത്തിനകത്തൂടെ വന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേയൊക്കെ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് അതിനൊരു നവോത്ഥാനത്തിൽ വലിയ ആധുനികതയിൽ ഇടപെട്ട ഒരു ചരിത്രമുണ്ട്. അല്ലെങ്കിൽ ദലിതരുടെ അകത്തെ തന്നെ ചില പ്രബല സമൂഹങ്ങൾക്ക് പുലയർക്കൊക്കെ നവോത്ഥാനത്തിൽ ഇടപെട്ട ആധുനികതയോട് സവർണവിരുദ്ധമായി സമരം ചെയ്ത ഒരു വിഭാഗമുണ്ട്. ഇതിലൊരുപാട് ഉപവിഭാഗങ്ങൾ പലപ്പോഴും ഒഴിവായിപ്പോയിട്ടുണ്ട്, അല്ലെ അതിനകത്ത് പെടാത്തവരുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ഈ കാലഹരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ പണ്ടേ അസ്തമിക്ക ദേശീയവാദമൊക്കെ ഉയർന്നു വന്നപ്പം പല തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഉയർന്നു വന്നപ്പം കാലഹരണപ്പെട്ടു പോയതാണ്. ഹിന്ദു എന്ന് പറയുന്ന സംജ്ഞ തന്നെ ഇന്ത്യയിൽ അപ്രസക്തമായിരുന്നു. ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞാൽ അപ്രസക്തമായ ഈ അവർ വെക്കുന്ന ദർശനം ഇതിലേക്ക് ആകർഷിക്കാനും അതിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതൊരു പ്രോസസ്സാണ്. അവർ വർഷങ്ങളോളം ശ്രമിച്ച്
ഒരുപാട് കീഴ്ജാതി വിഭാഗങ്ങളെ ഹൈന്ദവതയിലെ പ്രത്യേകിച്ച് എന്നാ പറയുന്ന ഒരുതരം ഇടത്തരം എന്നാ പറയുന്ന അവർണ വിഭാഗങ്ങളിലെ തന്നെ പല സമുദായങ്ങളെയും അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുമാത്രമല്ല ഒരുപാട് അവസരവാദം ആഗ്രഹിക്കുന്നവരും അധികാരത്തോട് താല്പര്യമുള്ള അങ്ങനെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയൊരു കാസ്റ്റ് എഞ്ചിനീയർ അവർ നടപ്പാക്കിയെടുത്തു. അതായത് കീഴാള സമുദായങ്ങൾ ആധുനികതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നടത്തുന്ന സോഷ്യൽ റവല്യൂഷൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നടത്തുന്ന മുന്നേറ്റമുണ്ട്. വർഷങ്ങളായിട്ട് തുടരുന്ന, നൂറ്റാണ്ടുകളായി തുടരുന്ന ആ മുന്നേറ്റത്തിൽ നിന്ന് വിഭജിച്ചുകൊണ്ട് വേറെ ഒരു ഈ കാസ്റ്റിനെ തന്നെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ഉപജാതി വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുത്വം കയറി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ദലിതരുടെയും പിന്നാക്കക്കാരുടെയും കൾച്ചറൽ ഐഡൻറ്റിറ്റിനെ, പൊളിറ്റിക്കലായ കർത്തൃത്വത്തെ, സാംസ്കാരികമായ ഇതിനെ തന്നെ ഇല്ലായ്മ ചെയ്യുക അവരുടെ ലക്ഷ്യം. അതായത് ശ്രീനാരായണ ഗുരുവിനെ അവർ ഉയർത്തിപ്പടിക്കുന്നത് ഒരിക്കലും ഹൈന്ദവ വിരുദ്ധമായ ഒരു പ്രത്യശാസ്ത്രകാരനായിട്ടായിരിക്കില്ല, ഒരു ആർഷസന്യാസിയായിട്ടായിരിക്കും. ബുദ്ധനെ പണ്ട് ഇതാക്കിക്കൊണ്ട് അവതാരമാക്കി മാറ്റുന്ന അതേ പ്രക്രിയയായിരിക്കും. അല്ലെ അംബേദ്കറെ അവർ ഉയർത്തിപ്പിടിക്കും. കാരണം സമ്മർദ്ദം അവർക്ക് ബാധ്യതയാണ്. അംബേദ്കറെ പറയാതെ ദലിതരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ അംബേദ്കറെ അവർ ഉൾക്കൊള്ളുന്നത് സവർണ മേധാവികളോട് സമരം ചെയ്ത് ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾക്ക് അവകാശവും അതേപോലെ സാമൂഹ്യ വിപ്ലവ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച ഒരാളായിട്ടായിരിക്കില്ല, മറിച്ച് ഹിന്ദുവിൻ്റെ ഒരു ആളായിട്ട് കണക്കാക്കിക്കൊണ്ട് ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരെയും അവർ മാറ്റും. ഭരണഘടനയെ അങ്ങനെ തന്നെ മാറ്റും. ഭരണഘടന എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട, ജയലളിതയൊക്കെ പറയുന്ന പോലെ അതൊരു അന്യമാണ്. ഇന്ത്യയിലെ ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ആക്ഷം എന്നൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈന്ദവ നീതിശാസ്ത്രം എന്നൊക്കെ പറയുന്ന പഴയ മനുസ്മൃതി അടക്കമുള്ള കാര്യങ്ങളുടെ ഇതിനെ കംപ്ലീറ്റ് അന്യമായൊരു സാധനമാണ്. അപ്പം ഒരു അതർ, അതാണ് വ്യത്യസ്തമായൊരു അതറാണ്. അതുകൊണ്ട് തന്നെ അത് ആധുനിക ജനാധിപത്യത്തെയും ഈ പറഞ്ഞ പോലെ ബുദ്ധൻ്റെ ഒരു വിമോചന ബോധത്തെ പറ്റിയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വിമോചന ധാരകളെപ്പറ്റിയും അതേപോലെ ലോകത്തിലെ സോഷ്യൽ കോൺട്രാക്റ്റുകളെ, സാമൂഹ്യമായ അവകാശങ്ങളെപ്പറ്റിയുള്ള ഉടമ്പടികളെപ്പറ്റിയുള്ള സങ്കല്പങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയുടെ ഒരുപാട് ഘടകങ്ങൾ ഭരണഘടനയിലുണ്ട്. അതായത് 1910 ഉണ്ടായിരുന്ന ആദിവാസി കലാപങ്ങൾ ഇതിൽ അവകാശങ്ങളായിട്ട് വരുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതിൽ അവകാശങ്ങളായിട്ടും നിർണ്ണയിക്കുന്നുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം ഇതിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഹിന്ദു വരേണ്യർ അല്ലെ സവർണർ എന്താണോ ആഗ്രഹിച്ച അതിന് വിരുദ്ധമായി അതിനെ തിരസ്കരിച്ച് ഒരു അന്യമായിട്ട് നിൽക്കുന്നതാണ് ഭരണഘടന. ഈ ഭരണഘടന ജനങ്ങളുടെ പ്രത്യേകിച്ച് അംബേദ്കറിൻ്റെ കൈവപ്പുള്ളത് കൊണ്ട് ഭരണഘടന അംബേദ്കർ നിർമ്മിച്ചതാണെന്നും അംബേദ്കറാണ് അതിനു വേണ്ടി ശ്രമിച്ചു എന്ന് ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ അകത്ത് വലിയ ശക്തിയുള്ളത് കൊണ്ട് തന്നെ ബഹുജനങ്ങൾക്ക് ഭരണഘടന പെട്ടെന്നൊന്നും കളയാൻ പറ്റില്ല അംബേദ്കറെ. കാരണം ഇന്ത്യയിലെ ദലിതരെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാനൊന്നും കഴിയില്ല, കാരണം ആക്രമിച്ചു പോകുകയില്ല. കാരണം അത് ഒരു വലിയ പ്രശ്നമാണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പിന്നോക്കക്കാരുടെ ആൾക്കാർ ഇന്ന് ലിബറൽസ് അടക്കമുള്ള ഒരു ഭരണഘടനയുടെ ഒരു പ്രത്യേകത മനസ്സിലാക്കുന്നുണ്ട്. അതൊരു ആധുനികതയുടെ റെക്കോർഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മൾ ആധുനികവൽക്കരിക്കാൻ കാരണങ്ങളിലൊന്ന് ഒരിക്കലും ആശാ സംസ്കാരത്തിൻ്റെതല്ലെന്നും ഭരണഘടനയുടെ അകത്ത് രൂപപ്പെടുത്തിയ കാഴ്ചപ്പാടുകളാണ് ഒരു ആധുനിക സമൂഹത്തിലെ നമ്മുടെ പൗരത്വത്തിനെയും നമ്മുടെ കാഴ്ചപ്പാടിനും പൗരത്വം ഇല്ലാത്തവരെയും ഭരണഘടന ഉൾക്കൊള്ളുന്നത്. അതാണല്ലോ അതിൻ്റെ ഒരു മഹത്തായ കാര്യം. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും അവിടെ പൗരസമൂഹങ്ങളെ മാത്രം ഉൾക്കൊള്ളാറുണ്ട്, മറ്റുള്ളവരെ ഇപ്പോഴാണ് ഉൾക്കൊള്ളുന്നത് പോലും ഇപ്പോഴും പല ഭരണഘടനകളിലും. പക്ഷേ ഇന്ത്യയിലും ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയും ഒക്കെ ഒരു പ്രത്യേകത അത് വർണ്ണവിവേചനം, അമേരിക്കൻ ഭരണഘടനയ്ക്കൊക്കെ വർണ്ണവിവേചനത്തെ അത് ഉൾക്കൊണ്ടുകൊണ്ടും കൂടിയാണ് അത് പലപ്പോഴും വന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോകത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആൾക്കാർക്ക് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാൻ അമേരിക്കയിൽ കഴിയും, ഇന്ത്യയിലും കഴിയും വേണമെങ്കിൽ. അത് പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങളനുസരിച്ച്, അല്ലാതെ നിയമം സാമൂഹ്യ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നു വരാൻ കഴിയും. ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളവർക്ക് ഇവിടെ പ്രസിഡൻ്റ് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ദലിതരിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ ആകാൻ കഴിഞ്ഞു. പക്ഷേ യൂറോപ്പിലെ വലിയ പരിഷ്കൃത കൺട്രികളിൽ ഇത് സാധ്യമല്ല. പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല സ്ഥലത്തും ഈ വർണ്ണവിവേചനം പോലുള്ള യൂറോപ്പിലെ പല കൺട്രിയിലും വർണ്ണവിവേചനം പോലുള്ളവരെ പരിഗണിച്ചിട്ടില്ല. അവരത്തെ പരിഗണിക്കാതെയാണ് നിൽക്കുന്നതുകൊണ്ട് പൗരർ എന്ന് പറയുന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അപൗരരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്.
പൗരരല്ലാത്തവരെയും പരിഗണിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് പൗരകേന്ദ്രീകൃതം മാത്രമല്ല അപൗരരിലേക്കും ഉള്ള വിഭാഗങ്ങളെയും കൂടെ ഭരണഘടന കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒരു പവറും അതിനോട് ശത്രുതയും നിലനിൽക്കുന്നത്. ഭരണഘടന പൊളിച്ചെഴുതിക്കൊണ്ടേ അവർക്ക് പോകാൻ പറ്റും. പക്ഷെ ഭരണഘടന പൊളിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അസാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം തെളിയുന്നത്. കാരണം 10 വർഷം കൊണ്ട് അവർക്ക് ഭരണത്തിലുള്ളതാണല്ലോ, ഭരണത്തിലിരുന്ന് വളരെ സുപ്രധാനമായ ഭൂരിപക്ഷത്തോട് ഇരുന്നിട്ടും 10 വർഷം കഴിഞ്ഞിട്ടും ഭരണഘടന അവർക്കൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഒന്ന് കാമുഫ്ലാഗ് ചെയ്തു നുണ പറഞ്ഞിരിക്കുക. ഇപ്പം ഭരണഘടനയെ ചുംബിക്കുകയും ഭരണഘടന ആണ് ഞങ്ങളുടെ എന്നൊക്കെ പറയേണ്ടി വരും. മറിച്ച് അവർ നേരത്തെ പറഞ്ഞതല്ല, ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഭരണഘടന മാറ്റി ആശാരത മനുസ്മൃതി വരെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞവരാ. ഇപ്പം അങ്ങനെ ഭരണഘടന ഒരു പവറായി നിലനിൽക്കുന്നു എന്നുള്ള സത്യമാണ്. അല്ലെ അതൊരു പ്രതിസന്ധിയായിട്ട് ഹിന്ദുത്വവാദികളുടെ ഒരു പ്രതിസന്ധിയായി ഭരണഘടന നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ സൂചിപ്പിക്കുന്നത്, എനിക്കിത് തോന്നുന്നു ഭരണഘടന ആധുനിക സമൂഹത്തിലെ പൗരർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന യൂണിറ്റിനെ മാത്രം കേന്ദ്രീകരിക്കുന്നതിനൊപ്പം തന്നെ വ്യക്തിക്ക് അപ്പുറം നിലനിൽക്കുന്ന വ്യക്തിയാകാത്തവരെയും കൂടെ പരിഗണിക്കുന്ന ഒരു ഉള്ളടക്കം, ഒരു തല അതിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കുക, എന്നും ഭരണഘടന വിശ്വസിക്കുന്നുണ്ട് അവർ. അല്ല, ഇന്ത്യയിലെ സങ്കീർണത വെച്ച് നോക്കുമ്പം വലിയ രീതിയിൽ ആഭ്യന്തര യുദ്ധം നടക്കേണ്ട സ്ഥലമാണ്. അത്രമാത്രം വിവേചനങ്ങൾ പലപ്പോഴും മുസ്ലിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അതിന് വലിയ താങ്ങായിട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഭരണഘടനയെ വിശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം അംബേദ്കറിൻ്റെ കയ്യൊപ്പതിപ്പതിഞ്ഞത് കൊണ്ടും കൂടിയാണ്. ദേശീയവാദത്തിൻ്റെ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അംബേദ്കറാണ് ഈ മൈനോറിറ്റി ക്വസ്റ്റ്യൻ വളരെ നിർണായകമായി ഉയർത്തിയത്. ഇപ്പോൾ താങ്കൾ ആകട്ടെ ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിനിധാനങ്ങളിലും ഒക്കെ പ്രാതിനിധ്യ വിഷയത്തിൽ നിരന്തരം ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഒരു സന്ദർഭം ഒന്ന് വിശദീകരിക്കുക. താങ്കൾ പറഞ്ഞ പോലെ 2 കാര്യമുണ്ട്. ഒന്ന്, അംബേദ്കറൈറ്റ് എന്ന നിലയിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ അംബേദ്കർ ഇടപെട്ടതിനെപ്പറ്റി നമ്മൾ പലർക്കും അതിനെപ്പറ്റി ധാരണയുള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ അവകാശവും ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവന ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണയുള്ള മനുഷ്യ എന്ന നിലയിൽ നമ്മൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരും, അതേപോലെ സമുദായങ്ങളെന്ന നിലയിൽ മുസ്ലിങ്ങളും അതുപോലത്തെ വിഭാഗങ്ങളുണ്ട് അവരുടെ മതസ്വാതന്ത്ര്യം 100% അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ ജനാധിപത്യത്തെ വികസനമാക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ളവരുമാണ് നമ്മൾ. അപ്പം പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടാൻ കാരണങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ എഴുത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആണ് എനിക്കത് ബോധ്യപ്പെട്ടത്. അതായത് ഞാൻ ഈ മലയാളത്തിലെ സിനിമകൾ, ഈ പ്രത്യേകിച്ച് ആര്യൻ പോലുള്ള സിനിമകൾ, നരസിംഹ, അതുപോലത്തെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സിനിമകൾ ഒരുപാട് സവർണ വിധ്വംസക സിനിമകൾ, വളരെ ഒരു സവർണരെ അധപ്പതിച്ച് പോയി. അവരുടെ ഇതിന് ശേഷം ആദ്യകാലത്ത് ദൈന്യത പറഞ്ഞ സവർണ കഥാപാത്രങ്ങൾ തൊഴിലുകളൊക്കെ മേടിച്ച് ഒരു പ്രത്യേക രീതിയിലെ കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ പിന്നീട് 80കളുടെ ശേഷം 90, 2000 ഒക്കെ ആയപ്പോൾ ഈ സവർണ കഥാപാത്രങ്ങൾ വേറെ രീതിയിൽ ഒരുതരം വിധ്വംസകമായ ശക്തിമത്തായ ഒരുതരം സവർണ കഥാപാത്രങ്ങളായി മലയാള സിനിമയിൽ മാറ്റങ്ങളുണ്ടാവുന്നു. ഈ സിനിമയിൽ വലിയ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെയുള്ള മുഖ്യധാര സിനിമാ നടന്മാരെല്ലാം കേന്ദ്രമായിക്കൊണ്ട് വലിയ വ്യാപാര വിജയം കൊയ്തെടുത്ത, പക്ഷേ വളരെ സാങ്കേതികമായി വളരെ മികവുള്ള പലതരത്തിലുള്ള ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുള്ള സിനിമകൾ ഇറങ്ങുന്നു. ഇവയെല്ലാം ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ വലിയ ആൾക്കൂട്ടമായി തന്നെ കാണുകയും ചെയ്യുന്ന ബോക്സ് ഓഫ് ഹിറ്റുകളാവുന്ന സിനിമകൾ. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സംസ്കാരത്തെ പറ്റിയുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് നവപഠനങ്ങളിലേക്കൊക്കെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് സിനിമാ വായനകളൊക്കെ, സിനിമയെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിനിടയ്ക്ക് അന്ന് മലയാളത്തിൽ ഈ ആദ്യമായിട്ട് ഇത് കുറച്ച് സിനിമകൾ ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് ഇതെന്താണെന്ന് അറിയാനായിട്ടൊരു ശ്രമം നടത്തി. പലരും ഉന്നയിക്കുന്നുണ്ട്, സവർണവാദം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. ഇതെന്താണ് ഇവയുടെ പ്രോബ്ലം എന്ന് അറിയാനായിട്ട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കഠിനമായ ജോലി അതായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റുള്ളതൊക്കെ വലിയ ഓരോ എഴുത്തിലും, പ്രത്യേകിച്ച് നിരൂപണ ലേഖനങ്ങളൊക്കെ മാസങ്ങളെടുത്ത് കഷ്ടപ്പെട്ടാണ് എഴുതെങ്കിൽ പോലും ഈ സിനിമ എഴുതാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മുറിയിൽ ഒരു കമ്പ്യൂട്ടറിൽ ഈ കാസറ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പലവട്ടം കണ്ട് എന്ന് പറഞ്ഞാൽ
ഒരു പ്രാവശ്യം പോലും കാണാൻ മേലാത്ത സിനിമകൾ അതിൻ്റെ അറ്റവും അരികുകളും കണ്ട് അതിൻ്റെ അകത്ത പ്രോബ്ലം കണ്ടുപിടിക്കാനായിട്ട് പലവട്ടം 10-30 പ്രാവശ്യമൊക്കെ കണ്ട് കുറേ സിനിമകൾ ഇങ്ങനെ കണ്ട് ആ സമയത്താണ് ശരിക്കും നമ്മുടെ ജീവിതം വലിയ തകർച്ചയാവുന്ന ഘട്ടമാണ്. കാരണം കടുത്ത സംഘർഷമാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. ഒരു നോവലോ ഇത് വായിക്കുന്ന പോലെയല്ല, ഇത് കണ്ട് ഇങ്ങനെ ഞാനത് അങ്ങനെ 1-2 ലേഖനങ്ങൾ എഴുതി. ഈ ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് ഞാനതിലൊരു കണ്ടൊരു വ്യത്യാസം, ഇത് സവർണരുടെ ഒരു ഉത്ബുദ്ധതയും അപചയവും അല്ല അവർ മുന്നോട്ട് പോകുന്നത്. അതായത് അവർ ഒരു സവർണ നായകനും സവർണ പ്രതിയോഗിയും തന്നെയായിരിക്കും സിനിമയെങ്കിൽ പോലും സവർണറുടെ അകത്തുള്ള ഒരു സംഘർഷം, അതിൽ ഉന്നത സ്വഭാവമുള്ളൊരു നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ള നായകൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രതിയോഗിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് സാധാരണയെങ്കിൽ, അങ്ങനെയാണത് പ്രതിപാദിക്കുന്നെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഓരോ ട്രോപ്പുകൾ, അതിൻ്റെ പശ്ചാത്തലങ്ങൾ, അവയൊക്കെ സന്നിവേശിപ്പിക്കുന്ന രീതി നോക്കുമ്പോൾ അതൊരു വംശമാണ് അടിസ്ഥാനപരമായിട്ട് അവർ പ്രശ്നം വെക്കുന്നത്. വംശത്തെ പ്രത്യേകിച്ച് ഞാൻ പഠിച്ച സിനിമ, എനിക്ക് 2-3 സിനിമകളാണ് ഞാൻ പഠിച്ചത്. ഒന്ന് ഈ ചിന്താമണി കൊലക്കേസ്, ഒക്കെയാണ് വംശം. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് അപരർ ഹിംസിക്കപ്പെടുന്നത്, അത് ദേശമെന്ന് പറയുന്നൊരു രീതിയിൽ ദേശത്തിലേക്ക് വംശത്തെ കയറ്റിക്കൊണ്ടുവന്ന് വംശമാണ് അതിൻ്റെ ഉദാത്ത രൂപമെന്നും അത് രക്തശുദ്ധി പോലുള്ള ഉന്നത കുലജാതർക്ക് മാത്രമേ ദേശത്തിൻ്റെ സ്വാഭാവിക അധികാരികളായിരിക്കാനും ഇനിയും ഇപ്പോൾ അവരൊരു പ്രശ്നം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുറിവേറ്റ മൃഗം പോലെ അവൻ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, മുറിവേറ്റ മൃഗമായിട്ട് അവൻ സ്വയം പ്രതികാര നിർവഹണം ചെയ്യാൻ പറ്റുന്ന രീതി ഒരു വിഭാഗമായി മാറുന്നതിന് വംശത്തെ കേന്ദ്രീകരിച്ച് അവർ ഒരു പുതിയ വ്യവഹാരമാണെന്ന്, അത് വെറുതെ സവർണർ എന്ന് പറയുന്ന വെറുതെ ഒരു വിഭാഗത്തെ ഉയർത്തിപ്പിടിക്കുന്നതല്ല. അടിസ്ഥാനപരമായ പഴയ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വംശം, അന്ന് ഞാൻ വംശത്തെപ്പറ്റി ഒരുപാട് വായനകൾ വേറെ നടത്തുന്നുള്ളതുകൊണ്ട് തന്നെ അദറിങ്ങും വംശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെയെല്ലാം അംബേദ്കർ പണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ബുദ്ധമതത്തോടുള്ള ഒരു ശത്രുതയാണ് ഇന്ത്യയിലെ ഹൈന്ദവർ പിന്നീട് അയിത്തം പോലെ വ്യാപിക്കുകയും ജാതി വ്യവസ്ഥയെ ഉണ്ടാക്കാൻ കാരണം, അല്ല ജാതി വ്യവസ്ഥയെ നിർണായകമാക്കി സ്ഥാപിച്ചു നിർത്താൻ കാരണം ബുദ്ധമതത്തോടുള്ള പ്രത്യശാസ്ത്ര പ്രശ്നമാണ്. ബുദ്ധമതാനുയായികളായിരുന്നു ദലിതരും കീഴാളരും ആയതുകൊണ്ടും എങ്കിൽ പോലും അവരോടുള്ള ശത്രുത സ്ഥിരീകരിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജാതി വ്യവസ്ഥയൊക്കെ വികസിച്ച് വരുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്ര പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെയാണ് വികസിച്ച് വന്നതെന്നും അല്ലാതെ ഈ തൊഴിൽ നിന്നുണ്ടായതോ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റേഷൻ അവിടെ ഇവിടെ താമസിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഹൈന്ദവ തത്വചിന്തയുടെ അകത്ത് രൂപപ്പെട്ട ശത്രുതാപരമായിട്ടുള്ള രൂപങ്ങളിലാണ്. അത് വിശ്വാസത്തോടുള്ള, ബുദ്ധിസത്തോടുള്ള വിശ്വാസത്തോടുള്ള വൈരുദ്ധ്യമെന്ന് അംബേദ്കർ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. ഇതുപോലെ തന്നെ ഈ സിനിമകളിൽ അടിസ്ഥാനപരമായിട്ട് അതർ എന്ന് പറയുന്നത് നിർണ്ണയിക്കുമ്പോൾ അതിൽ അതറിനെ ദലിതർ എന്ന് പറയുന്നവരെ ഒന്നിലെ ആബ്സെൻ്റ് ആക്കുന്നു. അതായത് അവരില്ല, 100% പല സിനിമകളിലും ദലിതർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടാവില്ല. അതായത് ആബ്സെൻ്റ് അതറാണ് അവരുണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരിവരുടെ അനുയായിയായിട്ടോ അവർക്ക് വേണ്ടി കൊല ചെയ്യപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്ന ഒരു ഉപഗ്രഹമായിട്ട് സവർണരുടെ ഭയങ്കരമായ വലിയ അക്രമം, അവർ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളുടെ അനുബന്ധമായിട്ട്, ഇപ്പം കലാഭവൻ മണിയൊക്കെ ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുബന്ധമായിട്ട് വരിക, അവരുടെ ഒരു ഉപഗ്രഹമായിട്ട് അവരുടെ ഇത് ചെയ്യുക. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരെല്ലാം കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ മരിക്കപ്പെടും. അവർ അവശേഷം അങ്ങനെ ആബ്സെൻ്റ് അതർ എങ്ങനെയായാലും പൂർത്തീകരിക്കുന്ന രീതിയിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സിനിമകളിലെല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടയാളപ്പെടുത്തുമ്പോൾ അവർ ഒരുതരം ഇൻസെക്ട്സ്, അതായത് ഒരുതരം ഈ അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ വിഘടിത മനുഷ്യർ അല്ലെങ്കിൽ വർണ്ണസങ്കരത്തിലൂടെ മാറിപ്പോയ മനുഷ്യരാണ് അധസ്ഥിതരായെന്ന് പറഞ്ഞ പോലെ ഈ ഇന്ത്യൻ വിശ്വാസങ്ങളുമായിട്ട്, ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തവരോ അല്ലെ അതർ മറ്റ് വിശ്വാസം പുലർത്തുന്ന വിഭാഗങ്ങളെ കില്ല് ചെയ്യുന്ന അല്ലെ അവരെ ശത്രുതയിലേക്ക് കൊണ്ടുവരുന്നൊരു വംശ കേന്ദ്രീകരണം കൂടി നടക്കുന്നുണ്ട്. അതായത് വംശത്തെ ഒരു സ്ഥലത്ത് ഏകീകരിക്കുമ്പോൾ മറുവശത്ത് വംശത്തെ ദ്രോഹം ചെയ്യുന്ന അല്ലെ വംശം ഇല്ലായ്മ ചെയ്യേണ്ടവരായിട്ട് കണക്കാക്കുന്ന ഈ സെമിറ്റിക് വംശങ്ങളെ പലപ്പോഴും എടുത്തവർ വെക്കുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാവില്ല, അത് ഒരു മിസ്റ്റിഫൈ ചെയ്താണ്. പക്ഷെ നമുക്ക് ആ മിസ്റ്റിഫിക്കേഷൻ
ഫാസിസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അത് അയഥാർത്ഥവൽക്കരിക്കുക, അല്ലെങ്കിൽ അതിനെ മൂടുപടമിടുന്നുണ്ട്. ഈ മൂടുപടം നമ്മൾ വംശത്തിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും. ഈ വംശത്തിലേക്ക് രൂപപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുകളാണ് വെച്ചുകൊണ്ട് ആ രീതിയിൽ ഞാനൊരു പഠനങ്ങൾ മാധ്യമത്തിൽ വലിയൊരു ലേഖനം എഴുതി. വലിയ ലേഖനം കവറിലൊക്കെ ഇട്ട് വലിയ ലേഖനം തന്നെയായിരുന്നു. ആ ലേഖനം എഴുതുന്നതിൽ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഇന്ത്യയിലെ മതേതരത്വം മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഒരു പ്രത്യേകത, അവനെ ഒരു അംഗീകരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു പിഴ കണ്ടാൽ 5 ഇരട്ടിയായി പിഴയ്ക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയാണ് അതിൽ പുലർത്തുന്നത്. മുസ്ലിങ്ങളെ അവരുടെ ഒരുതരം അനുയായികളാക്കി നിലനിർത്തുന്നതോടൊപ്പം അവൻ്റെ ഒരു പിഴയ്ക്ക് 5 ഇരട്ടി ശിക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണിത് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ, അതായത് പലപ്പോഴും നമ്മൾ സവർണ കൃതികൾ സിനിമകൾ കാണുമ്പോൾ മിക്കവാറും കാണുന്നത് ദലിതരെ അപമാനിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുമെങ്കിൽ അടിസ്ഥാനപരമായ വളരെ ശത്രുതാപരമായ വ്യവഹാരമായിട്ടാണ് മുസ്ലിങ്ങളുള്ളത്. മുസ്ലിം മുഖ്യ കഥാപാത്രമായതിൽ പോലും. ഇപ്പം അതും ഞാൻ എഴുതിയിട്ടുണ്ട്. മുസ്ലിം മമ്മൂട്ടിയുടെ ഒരു നായക മുസ്ലിം ആയ കഥാപാത്രത്തെ പോലും അതിലെ ചിഹ്നങ്ങളിലൂടെയും അതിൻ്റെ ട്രോപ്പുകളിലൂടെയും ഭാവതലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ അപരരായി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മുടെ സിനിമകളിൽ കാണാമെന്ന് അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കുറച്ച് എഴുത്തുകൾ എഴുതി.